തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ക്രിസ്ത്യൻ ദേവാലയം അഗ്നിക്കിരയാക്കിയതായി റിപ്പോർട്ടുകൾ. നൈജീരിയയിലെ നൈജർ സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ക്രിസ്ത്യൻ ദേവാലയമാണ് ഇസ്ലാമിസ്റ്റുകൾ അഗ്നിക്കിരയാക്കിയത്. ദേവാലയത്തിന് തീപിടിച്ച വാർത്തയറിഞ്ഞ് അവിടെ ചെന്നപ്പോൾ അക്രമികൾ ദേവാലയം കത്തിക്കുന്നതും അകത്തുള്ള വസ്തുക്കൾ കൊള്ളയടിക്കുന്നതുമാണ് കണ്ടതെന്ന് പാസ്റ്റർ ഒഗ്ബെബോർ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. 10 വർഷം മുമ്പ് ഈ ദേവാലയം ഇസ്ലാമിക ഭീകരർ പൂർണ്ണമായും നശിപ്പിച്ചതായും ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടലിലൂടെ അത് പുനർനിർമ്മിക്കാൻ സാധിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. നഗരത്തിൽ ആരാധനാലയം നിർമ്മിക്കുന്നതിൽ അസ്വസ്ഥരായ ഇസ്ലാമിസ്റ്റുകൾ ഇത് തടസ്സപ്പെടുത്താൻ നിരവധി തവണ ശ്രമിച്ചിരുന്നുവെന്നും ആ എതിർപ്പുകൾ വകവയ്ക്കാതെ നിർമ്മാണം ആരംഭിച്ച് അത് പൂർത്തിയാക്കിയപ്പോൾ അവരുടെ പ്രതികാരം വർദ്ധിച്ചുവെന്നും ഒഗ്ബെബോർ പറഞ്ഞു. പാസ്റ്ററിനൊപ്പം നിരവധി ആളുകൾ ഒരു കൂട്ടം തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ദേവാലയം അഗ്നിക്കിരയാക്കിയതിന് സാക്ഷിയാണ്. ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള രാജ്യങ്ങളുടെ 2024 വേൾഡ് വാച്ച് ലിസ്റ്റിൻ്റെ കണക്കനുസരിച്ച് നൈജീരിയ 6ാം സ്ഥാനത്താണ്. മാത്രമല്ല ഏറ്റവും അധികം ക്രൈസ്തവരെ മോചനദ്രവ്യത്തിനായി തട്ടിക്കൊണ്ടുപോകുന്ന രാജ്യവും നൈജീരിയ തന്നെയാണ്.